ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബൾട്ടി എന്ന സിനിമയെ പറ്റിയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഉണ്ണി ശിവലിംഗം ആണ്. ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഷൈനികം, ശാന്തനു ഭഗരാജ്, സെൽവരാഘവൻ, പ്രീതി അസ്രാണി എന്നിവരാണ്. ഒരു 4 ചെറുപ്പക്കാരുടെ കഥയാണ് ഈ സിനിമ. ഒരു ഡീസൻറ്റ് ആക്ഷൻ പടമാണ് ബൾട്ടി. ഷൈനികം നല്ല രീതിയിലാണ് ആ റോള് ചെയ്തു വച്ചിരിക്കുന്നത്. നല്ലൊരു സിനിമയായിട്ടാണ് ഇതെനിക്ക് അനുഭവപ്പെട്ടത്. ഈ സിനിമ കാണുമ്പോൾ ഇതിനു മുന്നേ മലയാളത്തിലും തമിഴിലൊക്കെ വന്നിട്ടുള്ള പോലെയാണ് നമുക്ക് തോന്നുക. ഈ 4 നായകന്മാർ കൂടാണ്ട് ഇതിൽ നല്ലൊരു സ്ട്രോങ് വില്ലനെ കാണാൻ സാധിച്ചു. ഒരു കിടിലൻ സ്റ്റണ്ടാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ നമ്മുടെ ഷൈനികം അഭിനയിച്ച കഥാപാത്രം ഉദയനായിട്ട് നല്ലൊരു കഥാപാത്രമാണ് ആളത് ചെയ്തു വച്ചിരിക്കുന്നത്. പിന്നെ ഫൈറ്റിൻ്റെ കാര്യത്തിലായാലും ഡാൻസിൻ്റെ കാര്യത്തിലായാലും ഷൈനികം അടിപൊളിയാണ്. അത് ഈ പടത്തിൽ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ അവസാനം നല്ലപോലെ എൻഗേജിങ് ആയി കൊണ്ടുപോകാൻ സാധിച്ചു. പിന്നെ ശാന്തനു ഭഗരാജ് നല്ല രീതിയിലാണ് മലയാളത്തിലൊരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിൽ ആളുടെ ഫൈറ്റ് ആയാലും എല്ലാം നൈസായിരുന്നു. ജാക്സൺ ജോൺസൺ നല്ല റോളായിരുന്നു. ഇവർ രണ്ടാളും തകർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ശിവ ഹരിഹരൻ നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ ഈ 4 സുഹൃത്തുക്കളുടെ ബോണ്ട് വളരെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്ത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളത് ജീമ കഥാപാത്രം അഭിനയിച്ചത് നല്ല രീതിയിലായിരുന്നു. ആദ്യം ബിൽഡപ്പൊക്കെ കൊടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു വെറുതെ വന്നൊരു ക്യാരക്ടറാവുന്നു, പക്ഷെ അവസാനം നല്ലതായിട്ട് തോന്നി. പിന്നെ ഈ സിനിമയിലെ പാട്ട് ജാലക്കാരി എന്നുള്ള പാട്ട് നല്ലതായിട്ട് തോന്നി. കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് നല്ലതായിട്ട് തോന്നി. പിന്നെ അൽഫോൺസ് പുത്രൻ സോഡാ ബാബുവായിട്ട് അഭിനയിച്ചത് കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു ആവറേജ് സിനിമയെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് തോന്നിയത്. നല്ല സിനിമയായിരുന്നു. പിന്നെ ഇവരുടെ കബഡിക്കളി നല്ല രസമായിട്ട് തോന്നി. സിനിമയുടെ അവസാനം നല്ല പോലെ എൻഗേജിങ് ആയി കൊണ്ടുപോകാൻ സാധിച്ചു. പിന്നെ പടത്തിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കുറയ്ക്കായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഈ സിനിമ OTTയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.